Morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. വീണ്ടും പിന്നെയും മാമിനെ കണ്ടുമുട്ടി. അതെ കുറേ നാളായത് ലോങ് ടൈം നോ സീ എന്നൊക്കെ പറയുന്നത്. ലോങ് ടൈമിൽ മാമിനെ കണ്ടുമുട്ടു. Okay. Good morning, ma'am. Good morning. Once again, good morning to all. Okay, we can start. Who is going to do prayer? Yes, please. Ma'am, we shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We'll walk hand in hand, we'll walk hand in hand, we'll walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid, we are not afraid, we are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome someday. We shall overcome someday. Good morning, ma'am. Good morning, all. Thank you. അത് വേണ്ടേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. മാം മ്യൂട്ടാ. Yeah, yes. Okay, thank you. Prayer സമയത്ത് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ ചെയ്തതായിരുന്നു. Okay, fine. What's next? I am thought of the day. Good morning, all. Never give up. Tomorrow is hard. Today is hard. Tomorrow will be worse. But the day after tomorrow will be sunshine. Thank you, ma'am. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തപ്പിപ്പടിച്ചിട്ടുണ്ടായിരുന്നു. Okay, anything else like signing? 2 people can do signing every day and 2 can do sign out also. So that means 4 people is getting chance to explore. ആരുമില്ല? എന്ത് പറ്റി? ഞാൻ കോൺഫിഡൻസിനെ കുറിച്ച് പറയാം. Yes, please. Confidence. Confidence means feeling sure of yourself and your abilities, not an arrogant way, but in a realistic, secure way. Confidence is not about feeling superior to others. Ideas, a quiet inner knowledge what you are capable. What is confidence to women? You could say self-confidence for women is about feeling like they are good at what they do, who they are, and that they are comfortable in their own skin. I am beautiful and this is my confidence. Woman also confidence person. Thank you, ma'am. Welcome to our class. Thank you all. Thank you, ma'am. Thank you.
Okay, vacation actually for kids, not for us. Vacation ആയതുകൊണ്ട് ആരും ഒരു ലൈവ് ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണേ. റെസ്റ്റ് അല്ല, കുട്ടികളുള്ളതുകൊണ്ടേ വീട്ടില് അതാണ് ബഹളം. ബഹളം കാരണോ മാം? ഓക്കെ, കുട്ടികൾക്ക് ദേഷ്യം വരുന്നുണ്ടോ? അമ്മമാരും മമ്മിമാരൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ കയറി ഇരിക്കുന്നോണ്ട് whether they miss you? Okay, anyway, just be comfortable and we can start the class. And where were we? Last class la endairunnu? മാം ഞങ്ങൾക്ക് സൈക്കോളജി ആതിര മാം എടുത്തിട്ടുണ്ട്. മാം അത് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ ആതിര മാം കഴിഞ്ഞ ക്ലാസ് മുതൽ എടുത്തു തുടങ്ങി. അപ്പൊ Okay. പിന്നെ എങ്ങനെയാ? So നിങ്ങൾക്ക് ഞാൻ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എടുത്തിരുന്നോ? ഇല്ല, എടുത്തില്ല. എടുത്തിട്ടില്ല. ഫസ്റ്റ് എയ്ഡ് അത് ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ടില്ല. ഇല്ല, സൈക്കോളജിയിൽ ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ടില്ല. ഞാൻ PFA എന്ന് പറഞ്ഞ ടോപ്പിക് ആണ് പറഞ്ഞത്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഇല്ല മാം, എടുത്തിട്ടില്ല. ശരിക്കും മോണ്ടിസോറി ആണോ മാമിന്റെ സബ്ജക്ട് എങ്കിൽ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾക്ക് മോണ്ടിസോറി ഇപ്പം ട്രാക്കിലായിട്ടില്ല. ആ സബ്ജക്റ്റ് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾക്ക് പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്തോ ആരെങ്കിലും? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഇപ്പൊ അപർണ മാം എടുക്കുന്നുണ്ട്. ഓക്കെ, പാർട്ട് 3 യൂണിറ്റ് 5. ആതിര അത് മാം പിന്നെ ഫിനിഷ് ചെയ്തു മാമിനോട് മാം. പറഞ്ഞോളാന്ന് പറഞ്ഞു. സോ നിങ്ങൾക്ക് വേണ്ടത് മോണ്ടിസോറി മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യണം. ആക്ച്വലി നമുക്ക് പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം മറിയാം മോണ്ടിസോറിയെ കുറിച്ചുള്ള ഒരു ടോപ്പിക് ആണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. സെക്കൻഡ് യൂണിറ്റ് വൈ ദിസ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ്ഡ്, അത് യൂണിറ്റ് 1 വരും. സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡും ട്രഡീഷണലി നമ്മളൊക്കെ പഠിച്ചു വന്ന മെത്തേഡും തമ്മിൽ എന്താണ് ഡിഫറൻസ്, വൈ ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ട്രഡീഷണൽ മെത്തേഡ്, ആൻഡ് വാട്ട് ഈസ് ദ പ്രോസ് ആൻഡ് കോൺസ് ഇൻ ബോത്ത് ടു. ഇതില് കോൺസ് ഒന്നും പറയാനില്ല, ലൈക്ക് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സെക്കൻഡ് യൂണിറ്റ് വരുന്നത്. തേർഡ് യൂണിറ്റ് വന്നിട്ട് എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ഇൻഡിപെൻഡന്റ് ആകുന്നതും ഫ്രീ ആകുന്നതും, ലൈക്ക് ജനിക്കുമ്പോഴേ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് തേർഡ് ഫോർത്ത് യൂണിറ്റിലൂടെ വരുന്നത്. മോണ്ടിസോറി മെത്തേഡ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 7 ആണ് എങ്ങനെയാണ് മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് യൂണിറ്റ് 7. ഞാൻ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ കാര്യം പറയാൻ കാരണം അത് അറിഞ്ഞിട്ട് കുട്ടികളുടെ അടുത്ത് പോകുമ്പോഴാണ് കുട്ടികളുടെ നല്ല വി ഹൗ ടു നോ ഹൗ ടു ഹീൽ അതേഴ്സ് ആൻഡ് ഹൗ ടു ഹീൽ അവർസെൽസ്. നമുക്ക് മനസ്സിനൊരു മുറിവുണ്ടായാൽ എങ്ങനെ അത് ഹീൽ ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് മനസ്സിനൊരു മുറിവേറ്റാൽ എങ്ങനെ ഹീൽ ചെയ്യാം. ശരീരത്തിന് മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് തേച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങും, അല്ലെ? നമുക്കത് കാണാം, ഇറ്റ്സ് വിസിബിൾ, അത് ഉണങ്ങും. ആ പാട് വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് ഉണ്ടാവും, ആ സ്കാർ അല്ലെങ്കിൽ ആ പാടൊക്കെ മാറ്റാനുള്ള എന്തെങ്കിലും പ്രോഡക്ട്സും നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് മനസ്സിനേറ്റ മുറിവിനെ എങ്ങനെ നമുക്ക് ഉണക്കാൻ പറ്റും അതറിയാതെ ഒരു കുഞ്ഞിന്റെ അടുത്തും ഒരാളുടെ അടുത്തും പോയിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തൊരു കണ്ടന്റ് ആണ്. ബട്ട് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ടു follow this thing, and I strongly recommend you to not take it as a subject study, take it as a life learning process. കാരണം ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണ്ടി വരും. നമ്മൾ എപ്പോഴെങ്കിലും നമ്മളുടെ വാക്കുകൊണ്ട് ഒരാൾ വേദനിക്കപ്പെട്ടാൽ നമ്മൾ പലപ്പോഴും ഹീൽ ചെയ്തിട്ടുണ്ടാവും ആരെയും, ചിലപ്പോൾ അറിയാതെ, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ. ആരെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പോലെ ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്കത് ഹീൽ ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ല മരുന്ന് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ആളുകൾ ഡിപ്രഷനിലേക്ക് പോകും. നമ്മളുടെ വീട്ടിലൊരു ലോസ് സംഭവിച്ചു, ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടു, ഡെത്ത് സംഭവിച്ചു, അതൊരു ഫാക്ട് ആണ്, അല്ലെ? നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഫാക്ട് ആണ്. പക്ഷെ ചിലർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരാ ഒരു സങ്കടത്തിലായിരിക്കും, കുറെ നാൾ ആ ദുഃഖത്തിലായിരിക്കും. പിന്നെ അത് സങ്കടം, ഗ്രീഫ് ആവും. ആ സാഡ്നെസ് മാറി അത് ഗ്രീഫ് ആവും. ഗ്രീഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഒരു വേദനയായി മാറും. അത് മാറാതെ വരുമ്പോൾ അത് ഡിപ്രഷനിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ അത് ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് മാറും. മെഡിസിൻ എടുക്കാതെ അത് മാറില്ല എന്ന അവസ്ഥയിലേക്കാവും. ഡിപ്രഷനിലേക്ക് പോയ വ്യക്തിയെ പറ്റി നമുക്കറിയാം. കാരണം വെച്ചാൽ അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ വേറൊന്നും ആക്റ്റീവ് ആയിരിക്കില്ല, അവരുടെ റൊട്ടീൻ കംപ്ലീറ്റ് തെറ്റും, അവർക്ക് ഉറക്കമില്ലായ്മ, പല പ്രശ്നങ്ങൾ വരും, അവർക്ക് ഹാലുസിനേഷൻ വരാം, ഇല്യൂഷൻ വരാം, അങ്ങനെ പല പ്രോബ്ലംസ് വരാം. അത് പിന്നെ സൈക്കോട്ടിക് ഡിസോർഡർ ആയിട്ട് മാറും. കുറച്ച് കഴിയുമ്പോൾ അത് സൂയിസൈഡ് തോട്ട്സിലേക്ക് പോകാം, ദെയർ ഇസ് എ ചാൻസ്.
സൂസൈഡ് തോട്ട്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക് ഞാൻ നിർബന്ധപൂർവ്വം ഞാൻ എടുക്കുന്ന എല്ലാ ബാച്ചും ഞാൻ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഞാൻ യൂണിറ്റ് 1 ഇത് എടുക്കാറ്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഞാൻ PFAയിലേക്ക് പോകും. PFA ഇതിന്റെ ഒരു PDF ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇത് ഡിഗ്രി ലെവലിലെ സൈക്കോളജി സ്റ്റുഡൻസിന്റെ ഒരു PFA ആണ്. നമുക്ക് അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക, ബാക്കി കീപ്പ് ചെയ്യാം. ജസ്റ്റ് അതൊരു അസറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. ആർക്കും അങ്ങനെ ഷെയർ ചെയ്യൊന്നും വേണ്ട. കാരണം കോപ്പിറൈറ്റ് ഉണ്ടോന്ന് എനിക്കറിയാം. കോപ്പിറൈറ്റ് ഇല്ലായിരിക്കും, അല്ലെങ്കിൽ അവരങ്ങനെ PFA അങ്ങനെ ഷെയർ ചെയ്യില്ലല്ലോ. ഓക്കെ, നല്ലൊരു PDF ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതൊന്ന് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മോണ്ടിസോറി മെത്തേഡിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് മോണ്ടിസോറി മെത്തേഡ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മോണ്ടിസോറി മെത്തേഡ് മനസ്സിലാകും. കുട്ടികളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു മുന്നിൽ വന്ന് നിന്ന് അവന്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് അവന്റെ പ്രോബ്ലം എന്താണ്, അവൻ എന്തിലൂടെ കടന്നു പോകുന്നു, കുട്ടിയല്ല വലിയ ആൾക്കാരായാലും ശരി, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടല്ലേ, എല്ലാവരുടെയും പ്രശ്നങ്ങളുണ്ട്. നമ്മൾക്ക് വേണ്ടത് നമ്മള് ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാ? മെന്റൽ ഹെൽത്തും ഇമ്പോർട്ടന്റ് ആണോ? ബോഡി മാത്രം നല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഇരുന്നാൽ മതിയോ? സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി അരിസ്റ്റോട്ടിൽ പറഞ്ഞു അല്ലേ. ഹെൽത്തി മൈൻഡ് ഹെൽത്തി ബോഡിയും കണക്റ്റഡ് ആണ്. ഇതിന് എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് വെൽ ബീയിങ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആവുള്ളൂ. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചു ഫിസിക്കൽ ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. എനിക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ കിട്ടും. ഞാൻ ഫിസിക്കലി ഫിറ്റ് ആവാനായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഫെസിലിറ്റി എനിക്കുണ്ട്, അതിനുള്ള ടൈമും എനിക്കുണ്ട്. ബട്ട് ഐ എം വെരി സാഡ്. എൻ്റെ വീട്ടിൽ ഭയങ്കര ഇഷ്യൂസ്, ഭയങ്കര പ്രോബ്ലംസ്, ഭയങ്കര ടെൻഷൻസ്. ഐ എം വെരി സാഡ്. ഞാൻ വെല്ലാണോ? വെൽനെസ് എനിക്കുണ്ടോ? അവിടെ ഇത് മൂന്നും കണക്റ്റഡ് ആണ് അല്ലെ. ഇതൊരു WHO പറയുന്നുണ്ട്, ഒരു ഹെൽത്ത് ട്രയാങ്കിളിന്റെ 3 പാർട്സ് ആണ്. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസ്. അവിടെ നമുക്ക് മെന്റൽ ഹെൽത്തും കൂടെ വരും. അതായത് ശരീരത്തിന്റെ ആരോഗ്യത്തിനുള്ള ദാറ്റ് ഇസ് അവർ ഗോൾ. നമ്മളുടെ എന്ന് പറയുന്നത് ഹെൽത്ത് ആണ്. ഒരു ലക്ഷ്യത്തിലെത്താൻ നമുക്ക് മാർഗം വേണം, റൂട്ട് വേണം അല്ലെ, ഒരു മീൻസ്, മാർഗം വേണം. ആ ഒരു മീൻസ് ആണ് ഹൈജീൻ. അതാണ് നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ 2nd യൂണിറ്റിൽ പഠിച്ചത്. ഹെൽത്തിലേക്ക് എത്താനുള്ള റൂട്ടാണ് ഹൈജീൻ. ഹൈജീൻ ഇല്ലാതെ ഹെൽത്ത് ഇല്ല എന്ന് പഠിച്ചു. സെയിം തന്നെയാണ് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നതാണ് നമ്മളുടെ എയിം. അതിലേക്ക് എത്താനുള്ള മാർഗം, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗം, ആ എയിമിലേക്ക് എത്താനുള്ള റൂട്ട്, മീൻസ് എന്ന് പറയുന്നതാണ് മെന്റൽ ഹൈജീൻ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു നമ്മുടെ ശരീരം പല പല അസുഖങ്ങളെ കുറിച്ചും അതിന്റെ പ്രിവെൻഷൻ, പ്രിക്കോഷൻസ്, കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു. എഡ്യൂക്കേഷൻ അത് എന്ത് തന്നെയാണെങ്കിലും, ഹെൽത്ത് ആണെങ്കിലും ശരി, അത് നമ്മൾ അറിയുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു. എനിക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചൊരു അവയർനെസ് ക്ലാസ് കിട്ടി, ഞാൻ അത് എൻ്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഹെൽത്തി ആവുള്ളൂ ഞാൻ, അല്ലേ? അല്ലാതെ ഞാൻ ആ ക്ലാസ് ഒക്കെ കേട്ടു, ഓക്കെ, അതുകൊണ്ട് ഞാൻ ഹെൽത്തി ആകില്ല. ഞാൻ പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഞാൻ ഹെൽത്തി ആകുന്നത്. ഞാൻ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ആ ഇൻഫർമേഷനെ എൻ്റെ ഉള്ളിലുള്ളൂ. അതിനെ ഞാൻ നോളജ് ആക്കി മാറ്റിയിട്ടില്ല. ആ കിട്ടിയ വിവരങ്ങളേ ഉള്ളൂ, ഞാൻ അതിനെ അറിവാക്കി മാറ്റിയിട്ടില്ല. ഞാൻ അത് നോളജ് ആക്കി മാറ്റണമെങ്കിൽ അത് ഞാൻ അനലൈസ് ചെയ്ത്, ഞാൻ അത് അപ്ലൈ ചെയ്ത്, അത് എൻ്റെ ലൈഫിൽ കൊണ്ടുവരണം, എൻ്റെ ഫാമിലിയിൽ കൊണ്ടുവരണം, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരണം, എൻ്റെ സറൗണ്ടിങ്സിൽ ആരൊക്കെയുണ്ടോ അവരിലേക്കൊക്കെ ഞാനത് കൊടുക്കണം. അപ്പോഴാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് വരുള്ളൂ. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെയാണ് ശരീരത്തിൽ മുറിവുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ വെള്ളത്തിൽ വീഴുമ്പോൾ, പൊള്ളലേൽക്കുമ്പോൾ, സ്നേക്ക് ബൈറ്റ് സംഭവിക്കുമ്പോൾ, ഷോക്ക് അടിക്കുമ്പോൾ, അങ്ങനെ പല കാര്യങ്ങളുടെയും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച്, അത് നമ്മൾക്ക് പണ്ട് തുടങ്ങിയ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് അറിയാം. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ ഉണ്ടാകും. കുട്ടികൾ കളിച്ച് വീഴും. ഇപ്പൊ വെക്കേഷൻ ടൈമാണ്, ഓടിക്കളിക്കും. പിന്നെ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് അവർക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻസ് വരും. നമ്മളുടെ കയ്യിൽ അതിനുള്ള മെഡിസിൻസ് എല്ലാം നമ്മൾ വെക്കും. ബട്ട് അവർ കടന്നു പോകുന്ന അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ്, അതിനെ കൺട്രോൾ ചെയ്യാൻ, അവർക്കൊരു സങ്കടം വരുമ്പോൾ അവിടെ ഹീൽ ചെയ്യാൻ വി ഡോണ്ട് ഹാവ് നത്തിങ്, അല്ലെ? നമുക്ക് അതിനുള്ള ഫസ്റ്റ് എയ്ഡ് നമുക്ക് വേണം. അത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടില്ല. അതാണ് മെന്റൽ ഹെൽത്തിനുള്ള ന്യൂട്രിയൻസ്. പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ്, സന്തോഷം, നമുക്ക് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റണം. കമ്പാഷനേറ്റ് ആയിരിക്കണം, നമ്മൾ കെയർ ചെയ്യണം.
കൺസേൺ ഉണ്ടായിരിക്കണം, എമ്പതി ഉണ്ടാവണം. അവരുടെ പ്രോബ്ലം അവരുടെ സ്ഥാനത്ത് നിന്ന് നോക്കി അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ഒരാൾ അനുഭവിക്കുന്ന ഒരു വിഷമം അത് നമ്മളെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിരിക്കും. ബട്ട് ഇത്രയാണോ, ഇതിലും കൂടുതൽ ഞാൻ അനുഭവിച്ചു. ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. ഒരാളുടെ പ്രശ്നം അത് അയാളുടെ പ്രശ്നമാണ്, അയാളുടെ ഫിയർ. ഇപ്പൊ എനിക്കൊരു കാര്യത്തെ പേടിയാണ്, എനിക്ക് നിലാവ് പേടിയാന്ന് ഞാൻ പറയുമ്പോഴേക്ക് പലരും എനിക്ക് നിലാവ് പേടിയില്ല കേട്ടോ, പലരും എന്നെ കളിയാക്കുമായിരിക്കും. കാരണം വേറൊരാൾക്ക് നിലാവ് ഇഷ്ടമായിരിക്കും, പേടി ഉണ്ടാവില്ലായിരിക്കും. ബട്ട് ഓരോരുത്തരുടെ ഫിയർ എന്ന് പറയുന്നത് ഓരോന്നാണ് അല്ലെ. എന്റെ ഫിയർ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ഫിയർ. എനിക്ക് എന്റെ കംഫർട്ട് സോൺ ആയിരിക്കില്ല നിങ്ങളുടെ കംഫർട്ട് സോൺ അല്ലെ. ഇപ്പൊ എനിക്ക് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കിടന്നുറങ്ങാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെറിയൊരു ഡിം ലൈറ്റ് എങ്കിലും വേണ്ടി വരും, അല്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും അല്ലെ. പിന്നെ എനിക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് വെള്ളം കുടിച്ച് വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ മതി വെള്ളം ആവശ്യം വാഷ്റൂമിൽ പോകാൻ. വേറൊരാൾക്ക് അങ്ങനെ ആവില്ല. ഇനി ചിലര് അടുത്ത ടോർച്ച് വയ്ക്കും, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അതൊരു അങ്ങനെ. അപ്പൊ ഓരോരുത്തരുടെയും ഫിയർ ഓരോന്നാണ്, അത് നമ്മളെ കളിയാക്കേണ്ട ആവശ്യമില്ല അല്ലെ. ചിലർക്ക് ട്രെയിനിന്റെ ആ ശബ്ദം ഭയങ്കര പേടിയായിരിക്കും, അതുകൊണ്ട് ട്രെയിനിൽ കയറില്ലായിരിക്കും ഒരു ബസ്സായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പലതും. ഇപ്പൊ എന്റെ മദർ ഇൻ ലോയ്ക്ക് ഈ വാഷിംഗ് മെഷീൻ ഒരു ബസർ സൗണ്ട് ഉണ്ടാവുമല്ലോ തീരുമ്പോഴേക്കും, അത് ഭയങ്കര പ്രോബ്ലം. അതുപോലെ തന്നെ സ്പിന്നറിൽ ഇട്ടിട്ട് നമ്മൾ ഡ്രൈ ചെയ്യില്ലേ, തുണി ഡ്രൈ ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ സൗണ്ട് വരുമല്ലോ ചില സമയത്ത്. അമ്മയ്ക്ക് ഇത് രണ്ടും പേടിയാ. അപ്പൊ ഞങ്ങള് ബസർ ഇല്ലാത്ത വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. പിന്നെ സ്പിന്നറിന് വലിയ സൗണ്ട് ഒന്നുമില്ല, അത് ഇച്ചിരി ഒരു സൗണ്ട്. കാരണം അത് ഓരോരുത്തരുടെ ഫിയർ അതാണ്. നമ്മള് അങ്ങനെ അതല്ല. അപ്പൊ അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവണം ദാറ്റ് ഇസ് എംപതി. ഇത്രയും കാര്യങ്ങളാണ് പോസിറ്റീവ് ന്യൂട്രിയൻസ്. നെഗറ്റീവ് ന്യൂട്രിയൻസ് ഒരു സൈഡിലുണ്ട്. ആങ്കർ, ഷൗട്ട് ചെയ്യാം, ജലസ്, അതൊക്കെ നെഗറ്റീവ് ന്യൂട്രിയൻസ്. മാൽ ന്യൂട്രീഷൻ, പോഷക ഇല്ലാത്ത ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികള് വളരെ ശോഷിക്കുന്ന പറയണ പോലെ ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, നെഗറ്റീവ് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ മാൽ ന്യൂട്രീഷൻ സംഭവിക്കും, ഒട്ടും പോഷകം കിട്ടില്ല. അതുപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഹൈജീനും കറക്റ്റ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനും നല്ല പോലെ അനലൈസ് മനസ്സിലാക്കണം. നമുക്ക് ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയത് വളരെ ചെറിയൊരു കണ്ടന്റ് ആയിരിക്കണം. അത് എക്സ്പാൻഡ് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഓതേഴ്സിനെ പറ്റി, പ്രധാനമായിട്ട് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് എന്തെങ്കിലും ഓതേഴ്സ്. നമുക്ക് എല്ലാ ബുക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ലായിരിക്കും, ബട്ട് ചില ആർട്ടിക്കിൾസ് വരും പേപ്പറുകളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് മാഗസീൻസിൽ വരും. അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. ഇനി പിന്നെ ഇപ്പം എല്ലാം ഫിംഗർ ടിപ്സിലാണല്ലോ, എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാവും. നമ്മള് ഈ യൂട്യൂബിലോ എവിടെയെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡീറ്റെയിൽസ് കിട്ടും മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? മെന്റൽ ഇൽനെസ്, മെന്റൽ ഇൽ ഹെൽത്ത്. മാനസിക വൈകല്യമാണോ മാം മെന്റൽ ഇൽനെസ് എന്ന് പറയുമ്പോ? അതോ ഹെൽത്ത് അതാണ്? തമ്മന്റെ പറഞ്ഞ മാനസിക വൈകല്യം എന്ന് പറയുന്നത് മെന്റൽ ഇൽ ഹെൽത്തിൽ വരും. മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെന്റൽ ഇൽനെസ് എന്ന് വരുമ്പോ മനസ്സിന് സുഖമില്ലാത്തൊരവസ്ഥയാണോ? ഡിപ്രഷൻ ഒക്കെ പോലെ? അതായത് മെന്റൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ അതിനൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൈക്യാട്രിക് ഡിസോർഡർ, മാനസികമായി ഉണ്ടാകുന്ന അനാരോഗ്യ അവസ്ഥ, അതാണ് മെന്റൽ ഇൽനെസ്. ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് ഞാനിങ്ങനെ ആരതിനകത്ത് പേര് വിളിക്കും, തമന്നെ തന്നെ വിളിക്കും. തമന്നയെ പറ്റി ഭയങ്കര മോശമായിട്ട് പറയാം. ഇപ്പൊ ഒരു ഡ്രസ്സിങ് സെൻസ് ഇല്ലാത്ത കുട്ടി കണ്ടാലും മതി, മുടി കെട്ടിയിട്ടുണ്ടോ ഒരു രസം തട്ടസ്, അത് എന്റെ മെന്റൽ ഇൽ ഹെൽത്ത് ആണ്. അവിടെ എന്റെ മെന്റൽ ഇൽ ഹെൽത്താ. അത് ഞാൻ വേറൊരാൾ വിചാരിച്ച് മാറില്ല അല്ലെ, ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ നന്നാവണമെങ്കിൽ. ദാറ്റ് ഇസ് മെന്റൽ ഇൽ ഹെൽത്ത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്റെ കമ്പാരിസൺ പറഞ്ഞ്. മറ്റേത് നമ്മൾക്ക് എന്തെങ്കിലും ട്രോമ, ഡിപ്രഷൻ, യെസ് എന്റെ പേര് മറന്നുപോയി, നന്നായി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞത്. കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്നായിരിക്കും അങ്ങനെ അത് എന്താ ഡിഫറൻസ് എന്ന് പെട്ടെന്ന് ചിന്തിച്ചു. ദാറ്റ് ഇസ് മെന്റൽ. ഇത് ഈക്വൽ ആണ്, കേൾക്കാൻ വയ്യ. മെന്റൽ ഇൽനെസ്സും മെന്റൽ ഹെൽത്തും. മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ട്രോമ, ഡിപ്രഷൻസ്, അങ്ങനെ എന്തെങ്കിലും ഷോക്ക് ഒക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ ഡിപ്രഷനിലേക്ക് പോയി ചിലപ്പോൾ മെഡിസിൻസ് എടുക്കേണ്ട അവസ്ഥ, നമുക്ക് ചില ഹാലുസിനേഷൻ ഇല്ലാത്തത് തോന്നുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെന്റൽ ഇൽനെസ്. മനസ്സിനുണ്ടാകുന്ന രോഗം.
മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസൂയക്കും കുശുമ്പിന്റെ മരുന്നില്ല എന്നൊക്കെ പറയണ പോലെ ദാറ്റ് ഇസ് വേറൊരാളെ പറ്റി എപ്പോഴും നെഗറ്റീവ് സംസാരിക്കുന്ന ഒരു ആള്, അതാണ് മെന്റൽ ഇൽ ഹെൽത്ത്. A person not established a set of attitudes and behavior അങ്ങനെ പറയാൻ പറ്റുമോ? അതെ അതെ അതെ, അത് അയാളുടെ ഒരു രീതി, അയാളുടെ ബിഹേവിയർ അത് മാറില്ല. അത് അയാൾ തന്നെ വിചാരിക്കണം. അയാൾക്ക് എവിടെന്നെങ്കിലും ഒരു അടി കിട്ടണം അപ്പോഴേ അത് മാറുള്ളൂ എന്നൊക്കെ നമ്മൾ പറയണ പോലെ ചിലരുടെ ഒരു നേച്ചർ ഉണ്ടല്ലോ അത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോ ഞങ്ങൾക്ക് സാധാരണ ഇതെല്ലാം മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ടോപ്പിക് എടുക്കുമ്പോഴേ എടുക്കുന്നത്, നമ്മൾ കണ്ടുപിടിച്ച് റിലേറ്റീവ്, അതുകൊണ്ട് ആ ടോപ്പിക് എനിക്ക് കിട്ടിയില്ല. സോ എനിവേ നമുക്ക് PFA പോകാം. PFA ജസ്റ്റ് ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ അതിന്റെ PDF ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇപ്പൊ PDF ഷെയർ ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയമല്ല, എന്റെ ഫോണിൽ അത് കിടക്കും. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നി. അപ്പൊ മിക്കവാറും നെക്സ്റ്റ് എന്താ പറയാ ഈ ബുക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സമ്മതിച്ചിട്ടുമുണ്ട്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ ഈ PFA വരുമ്പോൾ. നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ ഇപ്പൊ ഒരു 2000 നമ്മളുടെ ഓർമ്മ വെച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 2018 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കുറെ നാച്ചുറൽ കലാമിറ്റീസും കോവിഡ് ഔട്ട്ബ്രേക്കും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വന്നത് അല്ലേ. ഫസ്റ്റ് ഒരു ഫ്ലഡ് വന്നു 2018 ആ സമയത്ത് ഫ്ലഡ് വന്നു, കുറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ചിലർക്ക് വീട് നഷ്ടപ്പെട്ടു, പിന്നെ അവരുടെ ബിലോങ്ങിങ്സ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് പോകും. അപ്പൊ അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരും, അവർക്ക് വേണ്ടുന്ന റിസോഴ്സസ് ഒക്കെ കിട്ടി. പക്ഷേ ഇപ്പം സർട്ടിഫിക്കറ്റ്സ് നഷ്ടപ്പെട്ട കുട്ടികളെ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് അറിയില്ല അതെങ്ങനെ റിട്രീവ് ചെയ്തെടുക്കണമെന്ന്. അപ്പൊ അവരെ അങ്ങനെയുള്ള അത് സർട്ടിഫിക്കറ്റ്സ് പിന്നെ പുതിയതായിട്ട് എടുക്കേണ്ടതിന്റെ ആ സോഴ്സസിലേക്കൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ കുറെ കാര്യങ്ങൾ പല കാര്യങ്ങൾ നഷ്ടമായവർക്ക് പല രീതിയിൽ കണക്ട് ചെയ്ത് കൊടുത്തിരുന്നു. അവിടെയെല്ലാം PFA ആണ് ചെയ്തത്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ്. അങ്ങനെ മാനസികമായിട്ട് തകർന്നു പോയി ആളുകൾ, പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്നതായിരുന്നില്ല പല കാര്യങ്ങളും. അപ്പൊ പെട്ടെന്ന് അതൊരു ആകെ ആൾക്കാരങ്ങ് തകർന്ന് തരിപ്പണമായതുപോലെ അവസ്ഥ, വീട് തകർന്നു പോയതുപോലെ തന്നെ അവരുടെ മനസ്സും അങ്ങ് തകർന്നു പോയിരുന്നു. അപ്പൊ അവിടെ എല്ലാം നടന്നത് PFA ആണ്. PFA നമ്മൾ ഫസ്റ്റ് എയ്ഡ് നിങ്ങൾ എടുത്ത സമയത്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ആള് എങ്ങനെയായിരിക്കണം എന്നൊരു സെന്റൻസ് അതിലുണ്ട്. എങ്ങനെയായിരിക്കണം ഫസ്റ്റ് എയ്ഡ്? സാധാരണ ഫസ്റ്റ് എയ്ഡ് മുറിവ് വരുമ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോ അത് കണ്ടു നിൽക്കുന്ന ഒരാള് എന്ത് കൊടുക്കാൻ നല്ല മെന്റൽ ഹെൽത്ത് നന്നായിരിക്കണം, ആളുടെ മാനസിക നന്നായിരിക്കണം, ഏത് കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റണം, പെട്ടെന്ന് തന്നെ അയാള് റിയാക്ട് ചെയ്യണം അല്ലെ. കാരണം വെച്ചാൽ എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് എയ്ഡ്. കുറെ നേരം ആലോചിച്ച് നിൽക്കാനുള്ള സമയമൊന്നും അവിടെ ഇല്ല, സഡൻ ആക്ഷൻ ആണ് അവിടെ നടക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ അയാളുടെ മനസ്സത്രയും സ്ട്രോങ്ങുമായിരിക്കണം. അയാൾ അതുപോലെ കമ്പാഷനേറ്റ് ആയിരിക്കണം, വളരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, കെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അല്ലാതെ ആ ഒരു പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അവിടെ നഴ്സുമാരും ഡോക്ടർമാരും ഒന്നും ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. യെസ്, അലേർട്ട് ആയിരിക്കണം. അല്ലാണ്ട് ആലോചിച്ച് നിൽക്കാനുള്ള സമയമില്ല. അതാണ് നമ്മളെപ്പോഴും മിക്കവാറും നമ്മള് ബ്ലഡ് ഒക്കെ കണ്ട പേടിയൊക്കെ, പക്ഷെ നമ്മളുടെ വീട്ടിലൊരാൾക്ക് നമ്മുടെ കുഞ്ഞിന് പറ്റുമ്പോ എവിടെ നിന്നാന്ന് അറിയില്ല ഒരു ധൈര്യം നമുക്ക് വരില്ലേ. ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യണം ആ ഒരു സമയത്ത് തന്നെ. ഓക്കെ, ഇതൊരു സപ്പോർട്ടീവ് റെസ്പോൺസ് ആണ് PFA എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സപ്പോർട്ടീവ് റെസ്പോൺസ് ആണ്. ശരീരത്തിന്റെ ഹീലിംഗ്, മുറിവ് ഉണങ്ങിയതൊക്കെ നമുക്ക് കാണാം, വിസിബിൾ ആണ്. പേഴ്സണിലുണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ചെയ്യുന്നത്, നമ്മൾ ഫീൽ ചെയ്യുവാണ് അയാൾ ഓക്കെ ആയി എന്നുള്ളത് ഉള്ള ഫീല് നമുക്ക് കിട്ടണം. ഇതൊരു സപ്പോർട്ടീവ് റെസ്പോൺസ് ആണ്, ഒരു ഇതുപോലെ തകർന്നു പോയ ഒരാൾക്കുള്ള ഒരു സപ്പോർട്ടീവ് റെസ്പോൺസ് ആണ്. സഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ നീഡ് സപ്പോർട്ട് വരുന്ന ആളാണ്.
ഇവിടെയും നമുക്ക് അലർട്ട്നെസ്, സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ട് ചെയ്യണം, ആളെ മനസ്സിലാക്കിയിട്ട്. മറ്റേത് മുറിവും ആളുടെ ഏജും ഒക്കെ നോക്കിയാൽ മതിയായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞ ആളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, എന്താണ് അയാൾക്ക് സംഭവിച്ചത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ കുറെ കാര്യങ്ങൾ. സാധാരണ ഫസ്റ്റ് എയ്ഡ് എളുപ്പമാണ്, ഇവിടുത്തെ ഫസ്റ്റ് എയ്ഡ് അത്ര എളുപ്പമല്ല സൈക്കോളജിക്കൽ. ഈ PFAക്ക് 7 തീംസ് ഉണ്ട്, 7 തീംസ്. അതില് ഇപ്പം തകർന്നിരിക്കുന്ന ഒരാള്, അയാൾക്ക് ആദ്യം എന്താണ് വേണ്ടതെന്ന് നോക്കും. പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. അയാൾക്ക് നല്ലൊരു പ്രാക്ടിക്കൽ കെയർ, അതുപോലെ തന്നെ അല്ലാണ്ട് അയാളുടെ കൂടെ ഇരുന്ന് കരയൂ, അതൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യണം, സപ്പോർട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ആ വ്യക്തിക്ക് എന്താണ് അയാളുടെ നീഡ്സ്, എന്താണ് അയാളുടെ കൺസേൺ, അത് മനസ്സിലാക്കണം. ഇപ്പം ഫ്ലഡിൽ വീട് നഷ്ടപ്പെട്ട ഒരാള്, ഉണ്ടായിരുന്ന ബിലോങ്ങിങ്സ് എല്ലാം നഷ്ടപ്പെട്ടു. അയാളുടെ നീഡ്സ് മനസ്സിലാക്കും. അപ്പൊ അയാൾക്കൊരു ഷെൽട്ടർ വേണം, അയാൾക്ക് നഷ്ടമായതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണോ അതെല്ലാം മനസ്സിലാക്കി വെക്കണം. അപ്പൊ അയാളുടെ നീഡ്സും കൺസേണും ആദ്യം നമ്മൾ ആക്സസ് ചെയ്യണം. ഇനീഷ്യലി ചെയ്യാൻ പറ്റുന്നത് ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. എന്തായിരിക്കും ഒരാളുടെ ബേസിക് നീഡ്? ഫുഡ്, ക്ലോത്ത്സ്. യെസ്, ഫുഡ്, ക്ലോത്ത്, തൽക്കാലം അയാൾക്ക് തങ്ങാൻ ഒരു സ്ഥലം, അല്ലെ, ഷെൽട്ടർ, വാട്ടർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ അയാൾക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഇപ്പം എക്സാമ്പിൾ നമ്മൾ ഫ്ലഡിന്റെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ എർത്ത് ക്യൂക്ക് സംഭവിച്ചു, അങ്ങനെ വീട് നഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾക്ക് തിരിച്ച് അയാളുടെ റീഹാബിലിറ്റേഷൻ, എങ്ങനെ അയാളെ പുനരധിവസിപ്പിക്കാം, അതിനെക്കുറിച്ച് വേണ്ടുന്ന ഇൻഫർമേഷൻസ്. അയാൾക്ക് പോയിട്ട് ഗവൺമെന്റ് ഓഫീസുകളിൽ പോയിട്ട് പെട്ടെന്ന് പോയി കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അയാൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ്, ഇതെല്ലാമാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബേസിക് നീഡ്സ്. പിന്നെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ലിസൺ, ആക്റ്റീവ് ലിസൺ, ഹൃദയം കൊണ്ട് കേൾക്കണം. ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. പക്ഷെ അവരെ പ്രഷറൈസ് ചെയ്യരുത് പറയാൻ വേണ്ടിയിട്ട്. ലിസൺ. ചിലപ്പോ ചിലര് ഇതൊക്കെ സ്റ്റാർട്ടിങ് ട്രബിൾ കാണുമായിരിക്കും, സംസാരിക്കാൻ പറ്റാതെ വരും. നമ്മളൊരു സ്പേസ് കൊടുക്കുന്ന, ഒരു ടൈം കൊടുക്കും. സോ ലിസൺ ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. ലെറ്റ് ദം ടോക്ക്. അവര് സംസാരിക്കട്ടെ, ടൈം എടുത്ത് തന്നെ സംസാരിക്കട്ടെ. ഇടയിൽ കയറി പറയുകയോ ഇങ്ങനെ ചെയ്യാമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ കംഫർട്ട് ദം, അവരെ കംഫർട്ട് ചെയ്യിക്കുക. പിന്നെ അവർക്ക് ഹെൽപ്പ് ദം ഫീൽ കാം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ടു ബി കാം ഇൻ എ സ്ട്രെസ് സിറ്റുവേഷൻ. അല്ലെ, ഒരു സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കാം ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ടൈം എടുത്താണെങ്കിലും അവരെ കംഫർട്ട് ചെയ്യിക്കുക, അവരെ കാമാക്കാനായിട്ട് നോക്കുക. പിന്നെ വേണ്ടത് അവർക്ക് സർവീസസ് വേണം, സോഷ്യൽ സപ്പോർട്ട് വേണം, പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള സപ്പോർട്ടുകൾ വേണം. ലൈസൺ ഓഫീസേഴ്സ് ഒക്കെ ചെയ്യുന്ന അതാണ്. എന്തെല്ലാം ആവശ്യങ്ങളാണോ അവർക്ക് വേണ്ടത് അതുമായിട്ട് കണക്ട് ചെയ്യും. ഇപ്പൊ ഡയറക്ട്ലി നമുക്ക് പലതും ചെയ്യാൻ പറ്റില്ലായിരിക്കും. അവരുടെ ലാൻഡിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം, ഇപ്പം വീട് പോയി, ലാൻഡ് അവിടെയുണ്ട്, അപ്പൊ അതിന്റെ ബാക്കി കാര്യം, അപ്പൊ അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഒക്കെ പോയിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെ തിരിച്ചെടുക്കണം, അതെങ്ങനെ പുതിയതായിട്ട് എടുക്കണം, അങ്ങനെയുള്ള നമുക്ക് ഡയറക്ട്ലി ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമുക്ക് അതിന് ആരെ കോണ്ടാക്ട് ചെയ്യണം, ഇവർക്ക് വേണ്ടിയിട്ട് ആരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ സഹായം കിട്ടും. അതുകൊണ്ട് കണക്ട് ദം ടു ഇൻഫർമേഷൻ, സർവീസസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. പിന്നെ വേറൊന്ന്, ഇനിയും അവർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ഹാം ഉണ്ടാകാതെ, അവരുടെ മനസ്സിന് വീണ്ടും ആഘാതങ്ങൾ ഉണ്ടാകാതെ പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം. ഇങ്ങനെ 7 തീംസ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോ ഇതുപോലെ ഡൗൺ ആയിട്ടിരിക്കുന്ന, എന്തെങ്കിലുമൊക്കെ തകർച്ചകൾ, മാനസികമായി വളരെയധികം തകർന്നിരിക്കുന്ന വ്യക്തികൾക്ക് PFA നമ്മൾ പ്രൊവൈഡ് ചെയ്യും, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അതിന് 7 തീംസ് ഉണ്ട്, 7 ഏരിയാസ്. അതിലൂടെ കടന്നു പോകണം, എന്നാലാണ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ. പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. പ്രാക്ടിക്കൽ കെയറും സപ്പോർട്ടും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അവരുടെ, അത് ഫസ്റ്റ് വൺ, പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. തരൂട്ടോ, ഷെയർ ചെയ്യും. പിന്നെ അവരുടെ നീഡ്സും കൺസേൺസും അസസ് ചെയ്യുക. എന്താണ് അവരുടെ ആവശ്യങ്ങൾ? ചുമ്മാ കുറേ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് ശരിക്കും അവരുടെ നീഡ്സ് എന്താണ് അത് നമ്മൾ മനസ്സിലാക്കുക. അസസ് നീഡ്സ് ആൻഡ് കൺസേൺസ്. പിന്നെ ഇനീഷ്യലി ചെയ്യേണ്ടത്, അതിപ്പോ സെക്കൻഡ് വൺ പറഞ്ഞു. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്.
Second one, assess needs and concerns. Then help with basic needs. Basic ആയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ അത് വേണമല്ലോ. പിന്നെ ലിസൺ, ഹൃദയം കൊണ്ട് കേൾക്കുക. ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. അവരെ നിർബന്ധിച്ച് സംസാരിപ്പിക്കരുത്. കംഫർട്ട് ദം ആൻഡ് ഹെൽപ്പ് ദം ഫീൽ കാം. അത് അഞ്ചാമത് വരും. പിന്നെ കണക്ട് ദം ടു ഇൻഫർമേഷൻ. അത് വേണ്ടുന്ന അതോറിറ്റീസ് ഏതൊക്കെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം അതുമായിട്ട് കണക്ട് ചെയ്യുക. ഇൻഫർമേഷൻ, സർവീസസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. പിന്നെന്താ, പ്രൊട്ടക്ട് ദം ഫ്രം ഫർദർ ഹാം. കൂടുതൽ വിഷമങ്ങൾ നമ്മളൊരുവിധം നല്ലപോലെ സമാധാനിപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചതായിരിക്കും. വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി മൂലം അവർ വീണ്ടും ഡൗൺ ആവരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഫോളോ അപ്പ് വളരെ അത്യാവശ്യമാണ്. ഫോളോ അപ്പ് പലപ്പോഴും ഈ എന്താ പറയാ ഡിപ്രഷൻ അല്ലെങ്കിൽ അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പലരും ട്രീറ്റ്മെന്റിന് പോകാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രീറ്റ്മെന്റ് അല്ല, ഒരു സിറ്റിങ്ങിന് പോകാൻ തന്നെ വിഷമമാണ്. പക്ഷെ ഇപ്പൊ ആൾക്കാർ വന്നു തുടങ്ങി, ഇവരിത് കംപ്ലീറ്റ് ചെയ്യില്ല. അതാണ് ഈ പ്രശ്നം വരുന്നത്. ഇതിന് ഫോളോ അപ്പ് വേണ്ടതാണ്. മുറിവ് ഉണങ്ങണ വരെ നമ്മൾ നല്ലപോലെ കെയർ ചെയ്ത് അതിന്റെ പാട് മാറ്റാൻ എല്ലാം നമ്മൾ നോക്കി. പക്ഷെ നമ്മൾ മനസ്സിന്റെ കാര്യം പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഉഴപ്പുന്നു ആളുകൾ. അപ്പൊ ഒരു ഫസ്റ്റ് സിറ്റിങ്ങിന് പോകും, സെക്കൻഡ് വന്നു, പിന്നെ അവര് വരില്ല. ചിലപ്പോ 7 or 8 സിറ്റിങ്ങിലൂടെ ആയിരിക്കണം ഇത് മാറുള്ളൂ. ഈ കേസസിലൊക്കെ നമ്മൾ അവരുടെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഈ PF പിന്നെ കൂടുതലും ഇവിടെ നമ്മൾ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഹീലിംഗ്. ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിലെ ഹീലിംഗ് എന്ന് പറയുന്നത് അത് കേൾക്കുക, ലിസണിങ് തന്നെയാണ്. പിന്നെ ഇതുപോലുള്ള സപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്യാണ്. കൗൺസിലിംഗ് അല്ല ഇവിടെ നടക്കേണ്ടത്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്, മരുന്ന് കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. അപ്പൊ PFA കമ്പാഷനേറ്റ്, എംപതറ്റിക് ആയ ആർക്കും ചെയ്യാം. അതിന് കൗൺസിലിംഗ് പഠിക്കണമെന്നില്ല, ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കണമെന്നില്ല. ബട്ട് നമുക്കത് സംസാരിച്ച് വരുമ്പോൾ ഇതുപോലെ ട്രീറ്റ്മെന്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം, നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ലിസണിങ് മാത്രമേ ഉള്ളൂ, ആക്റ്റീവ് ലിസണിങ്. സംടൈംസ് അവർ ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് തന്നെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, പക്ഷെ അവരെ കൊണ്ട് തന്നെ ആ രീതിയിൽ നമ്മൾ അവരെ കൊണ്ട് തന്നെ ശരിയാ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പോകാലോ, അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിൽ. ഒരു ആള് വന്നതാണ്, ഇങ്ങനെ സൂസൈഡ് ടെൻഡൻസിയാണ് ആൾക്ക്. ബിസിനസ്സിൽ എന്തോ അത്യാവശ്യം നല്ല റിച്ച്, വലിയ കുഴപ്പമില്ലാത്ത ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാള്. പക്ഷെ എന്തോ ബിസിനസ്സിൽ ലോസ് വന്ന് കുറച്ച് കടമുണ്ട്. വലിയ എമൗണ്ട് ഒന്നുമല്ല, അയാളെ സംബന്ധിച്ചത് വലിയ എമൗണ്ട് അല്ല. 5 lakhs അയാൾക്ക് വിചാരിച്ചാൽ അയാൾക്കത് ശരിയാക്കി എടുക്കാവുന്നതാണ്. പക്ഷെ ആദ്യമായിട്ട് ബിസിനസ്സിൽ അങ്ങനെ തകർച്ച വന്നപ്പോൾ പുള്ളി ഭയങ്കര ഡൗൺ ആയി. പുള്ളി ബിസിനസ്സിൽ ഇങ്ങനെ തകർച്ചകളൊന്നും വീട്ടിലും അറിയിക്കാറില്ല, ഫ്രണ്ട്സിനെ അറിയിക്കാറില്ല. വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധുവായ ഒരു സ്ത്രീ, അതായത് അവര് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു, ഇയാളുടെ കാര്യം നോക്കുന്നു, ഇയാളുടെ പാരന്റ്സിന്റെ കാര്യം നോക്കുന്നു, ഭക്ഷണം എല്ലാം ഉണ്ടാക്കി, അങ്ങനെ ഒരു കുടുംബിനി, അത്രയേ ഉള്ളൂ. ഒരു ജോലിക്കൊന്നും പോകുന്നില്ല, അവർക്ക് കൂടുതൽ എഡ്യൂക്കേഷനും ഇല്ല, ഒരു സാധു സ്ത്രീ. അപ്പം ഇവിടെ പോയാലും വൈഫ് ഇങ്ങനെ വിളിക്കും, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹമൊക്കെയാ, ഭയങ്കര കെയറിങ് ഒക്കെ. പക്ഷെ ഇയാൾക്ക് ഈ തകർച്ചയുടെ കാര്യം ആരോടും പറയാൻ താല്പര്യമില്ല. അപ്പൊ അയാൾക്ക് ഇനി മരിക്കണം, അത്രയേ ഉള്ളൂ പുള്ളിയുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ തീരുമാനിച്ചൊക്കെ ഇരിക്കും, അതിനുള്ള മാർഗമൊക്കെ കണ്ടുപിടിച്ചൊക്കെ വന്നിരിക്കുക. അപ്പൊ ഇങ്ങനെ ബിസിനസ്സിലെ തകർച്ചയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മനസ്സിലായി ബിസിനസിന്റെ കാര്യങ്ങൾ, അതായത് അതിലെ ഉയർച്ച താഴ്ചകളൊന്നും അയാൾ ആരുമായിട്ടും ഡിസ്കസ് ചെയ്യാറില്ല, വൈഫുമായിട്ടും ഡിസ്കസ് ചെയ്യാറില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇയാള് ബിസിനസിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ചോദിച്ചു, ഭാര്യയോട് ഇത് പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഇയാള് വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അയാള് വീണ്ടും ബിസിനസിന്റെ തകർച്ചയെ പറ്റി പറഞ്ഞോണ്ടിരിക്കുക. നമ്മളിങ്ങനെ കേട്ടോണ്ടിരുന്നു. വീണ്ടും ചോദിച്ചു, വൈഫിനെ ഇത് അറിയിച്ചിരുന്നു. അപ്പോഴും അത് മൈൻഡ് ചെയ്യുന്നില്ല അയാള്. 2-3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് ഇങ്ങനെ, നമ്മൾ പലതവണ ഒരു കാര്യം ചോദിക്കുമ്പോഴേക്കും അയാൾക്ക് തോന്നുന്നു യെസ്, ഞാൻ വൈഫിനോടൊന്ന് ഓപ്പൺ അപ്പ് ആകാം. അങ്ങനെ അയാൾ ആ തോട്ട് അയാളുടെ ഉള്ളിലേക്ക് വരിക. കുറേ 1 മണിക്കൂറോളം എടുത്തുട്ടോ. പക്ഷെ ആ തോട്ട് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി വേഗം ഞാൻ വീട്ടിൽ പോയി വൈഫിനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു.
ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം അവർക്ക് അതിന്റെ സൊല്യൂഷൻ ഒന്നും കൊടുക്കാനൊന്നുമില്ല. പക്ഷെ എന്നാലും അവര് നമുക്കിത് ശരിയാക്കാൻ പറ്റുമല്ലോ, കാരണം അവർക്ക് ഹസ്ബൻഡിൽ ഭയങ്കര വിശ്വാസമാണ്, കോൺഫിഡൻസാ അയാളുടെ പൊട്ടൻഷ്യലില്. അപ്പൊ അവര് ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു. കുറ്റപ്പെടുത്തുന്ന ടൈപ്പ് ഒരു സ്ത്രീ അല്ലായിരുന്നു. അവര് വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു. അയാള് പിന്നെ ആ തോട്ട് അയാളുടെ മനസ്സിൽ നിന്ന് പോയി, സൂയിസൈഡ് തോട്ട്. അയാള് തിരിച്ചു വന്നിട്ട് എന്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂയിസൈഡ് അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞ് നിന്നൊരു അവസ്ഥയുണ്ട്. പക്ഷെ അവള് പറഞ്ഞു സാരമില്ല, എന്നുവെച്ചാൽ വലിയ വീട്, പിന്നെ എല്ലാ സൗകര്യങ്ങളും, 3-4 കാറും കാര്യങ്ങളും, ബിസിനസ്, സ്വർണത്തിന്റെ ബിസിനസ് ഒക്കെ ആയിരുന്നു. എന്നിട്ട് സൂയിസൈഡ് അല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പൊ ഇന്നിപ്പോ അത്താഴത്തിന് കഴിക്കാൻ നിൽക്കുക. അപ്പൊ ഇന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കഴിക്കാന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പൊ അവള് പറഞ്ഞു, അവസാനം പറഞ്ഞു, നമ്മുടെ മക്കള് 3 പേരില്ലേ, നമ്മൾക്കത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും പോകും. ഇനിയിപ്പോ ഈ വലിയ വീട്ടിൽ നിന്നൊരു ചെറിയൊരു വീട്ടിലേക്കായാലും മാറാൻ ഞാൻ തയ്യാറാന്ന് അവള് പറഞ്ഞു. പറഞ്ഞു നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന എനിക്ക് കാണാൻ പറ്റാന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, എന്റെ മക്കൾ മരിക്കുന്നത് കാണാൻ എനിക്കും പറ്റത്തില്ല, എന്തായാലും നമ്മള് പോരും, അവിടുന്ന് കയറി പോരും എന്ന് പറഞ്ഞ് ഇപ്പൊ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ബിസിനസ്സൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയി, ഒത്തിരി അങ്ങ് എന്താ പറയണ, ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് താഴെ ഒരവസ്ഥയുണ്ടല്ലോ. എന്നിട്ട് അപ്പൊ എനിക്ക് വരുമ്പോ ഞാൻ പിള്ളേർ വിളിച്ച് പറയും. അപ്പൊ അവള് പറയും, എന്റെ ഇടയിൽ ഇത്രയും അവസ്ഥയിൽ ഞാൻ അവിടുന്ന് ഞാൻ കയറിപ്പോന്നു, നിന്റെയൊക്കെ അവസ്ഥ വെച്ചാൽ ഭയങ്കര സിമ്പിൾ അല്ലേ, ഇതൊന്നും ഒരു വിഷയമല്ല എന്നൊരു ഭയങ്കര മോട്ടീവാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഓടി വിളിക്കും അവളെ. അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കൂടി പറ്റത്തില്ല. ചിലരൊക്കെ ഹീലിംഗ് പേഴ്സൺസ് ആണല്ലോ അല്ലെ, വേറെ മരുന്ന് വേണ്ടെന്ന് പറയും. ചില ആളുകൾ മരുന്നുകളായി മാറും. അത് നമുക്ക് കേൾക്കുമ്പോ കഥ പോലെ തോന്നും, പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അവളെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവളുടെ ഒരു ചിരിയുണ്ട്. ഇതിട്ടേ ഉള്ളൂ, നീ ഇതൊക്കെ ഇങ്ങനെ അതന്നെ എടുക്ക് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ടോപ്പ് രാജകുമാരി പോലെ ജീവിച്ചിട്ട് ഒരു മാറി കൊടുക്കാൻ ഒരു ഡ്രസ്സ് പോലും ഇല്ലാത്ത ഒരവസ്ഥ. അതുപോലെ ഉണ്ടായിരുന്ന സമയത്ത് ബന്ധുക്കള് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, എപ്പോഴും ചുറ്റിനും ആളുകള്, വേലക്കാര് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് താഴേക്ക് വന്ന് മറ്റൊരാളുടെ വീട്ടിൽ പണിയെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ, അതൊക്കെ പേടിയാവുന്നു. അതിനകത്ത് പറയും, നല്ല രീതിയിൽ മാനേജ് ചെയ്യാറില്ലേ, സ്ട്രെസ് ഒക്കെ വരുമ്പോൾ നല്ലപോലെ മാനേജ് ചെയ്യുന്ന ആളുകളെ കാണും. വൺ സെക്കൻഡ്. ഫൈവ് 4 6 7 പ്രണൽ, 5 4 6 7. ഓക്കെ, സോ അപ്പൊ നമ്മള് 7 തീ പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇത് കൗൺസിലിംഗ് അല്ല, നമുക്ക് മെഡിസിൻ കൊടുക്കാനോ അങ്ങനെ ട്രീറ്റ് ചെയ്യാനോ, നമുക്കിത് ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവരെ ലേബൽ ചെയ്ത് നമുക്ക് ജഡ്ജ് ചെയ്യാനോ അതൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മൾ അവരെ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് ബി ഫ്രണ്ടിങ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സമയത്ത് അവരുടെ നല്ലൊരു ഫ്രണ്ട്, ബി എ ഫ്രണ്ട്, ആ ഒരു രീതിയിൽ. ഓക്കെ, പിന്നെ ചിലതെന്ന് പറഞ്ഞാൽ ലോങ് ടേം എടുക്കും റിക്കവർ ആകാനായിട്ട്, ചിലത് പെട്ടെന്ന് കഴിയും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സാറ് പറഞ്ഞത് ഓർക്കുവാണ്. അതായത് സാറിന്റെ ഒരു ചെറിയ മോള് 3 വയസ്സോ എന്തോ വന്നപ്പോ എന്തോ ഒരു അസുഖം വന്ന് മരിച്ചു. അപ്പൊ ഇങ്ങനെ മരിച്ച് എല്ലാരും നമ്മളിപ്പം നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരുമല്ലോ, 2373. അപ്പൊ അങ്ങനെ ബന്ധുക്കളും OTP ചോദിക്കുകയാണ്, ബന്ധുക്കളും നമ്മുടെ ഫ്രണ്ട്സും എല്ലാം വരുമല്ലോ. അപ്പൊ വൈഫ് സാറിങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു വിഷമം ഇങ്ങനെ കടിച്ചു നിൽക്കുകയാണ്, പുറത്ത് ആളുകളുമായിട്ട് സംസാരിക്കുക. അപ്പൊ വൈഫ് അകത്തിങ്ങനെ ഇരിക്കുവാണല്ലോ, വൈഫിന് ചുറ്റുമുള്ളതൊന്നും മനസ്സിലാവണമെന്നില്ല. ആ ഒരു ഗ്രീഫിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് വന്ന ആളെ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല, കാരണം അത്രയ്ക്ക് ഇങ്ങനെ കരഞ്ഞു വിഷമിച്ച് വൈഫ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് വന്നിട്ട് ഇവരെ ഹഗ് ചെയ്തു, ഭയങ്കരമായിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ചപ്പോഴേക്കും ഇവർക്ക് ഇങ്ങനെ സപ്രസ് ചെയ്ത കുറെ വിഷമമൊക്കെ അങ്ങ് കരച്ചിലായിട്ട് പുറത്തേക്ക് പെട്ടെന്ന് അവർക്ക് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റി.
അപ്പൊ പിന്നീട് വൈഫ് ഈ വിവരം സാറിനോട് പറയുകയാണ്. കാര്യം വളരെ സങ്കടകരമായ അവസ്ഥയാണ്, അവരുടെ ഒരു മകൾ നഷ്ടപ്പെട്ടതെന്ന് ചെറു പ്രായത്തില്. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് എന്താ മനസ്സിലൂടെ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് ആണ് ഇതുപോലെ ഒരു സുഹൃത്ത് വന്ന് ഒന്നും പറഞ്ഞില്ല, വന്ന് അങ്ങോട്ട് ഹഗ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് അങ്ങോട്ട് അതെല്ലാം കൂടെ അങ്ങ് ഉരുകി പോകുന്ന പോലൊരു ഫീൽ ആയിരുന്നു. അപ്പൊ അതാണ് ആ ഒരു ടൈമിൽ കിട്ടിയ ഒരു ഹീലിംഗ്, അവർ ഭയങ്കരമായിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി എന്ന് പറഞ്ഞത്. ചിലതൊക്കെ ലോങ് ടേം റിക്കവറി ആവശ്യം വരും. ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്ന രീതിയിൽ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ, ചില ആളുകളെ കാണുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ആ ഒരു വിഷമം മാറുന്നു. ഇതിന്റെ ഒരു റിക്കവറി ലോങ് ടേം റിക്കവറിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് ഉണ്ട് ലോങ് ടേം റിക്കവറിക്ക്. ഒന്ന്, ഇപ്പോ ഞാനിപ്പോ അതുപോലൊരു അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. എന്നെ സേഫ് ആയിട്ടുള്ള ഒരു ഇടത്താണ് ഞാൻ, വളരെ കാമാണ്, എനിക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. സോ അപ്പൊ അതിന്റെ റിക്കവറിയെ സഹായിക്കും. സോ ഫീലിംഗ് സേഫ്, കാം ആൻഡ് കണക്റ്റഡ് ടു അതേഴ്സ്, നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷം. ആ ഒരു അന്തരീക്ഷം നമുക്ക് സംസാരിക്കാൻ നമ്മുടെ വേണ്ടപ്പെട്ടവരടുത്തുണ്ട്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സേഫ് ആയിട്ട് ഫീൽ ചെയ്യും. പല പല കേസസ് ഉണ്ടാകാറുണ്ടല്ലോ. ചില പെൺകുട്ടികള് ഹസ്ബൻഡിന്റെ വീട്ടില് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുന്നു. അത് അറിഞ്ഞിട്ട് പാരന്റ്സ് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്, അങ്ങനെ പാരന്റ്സ് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരങ്ങ് സേഫ് ആകുക. അതുപോലെ അങ്ങനെ ഒരു ഫീലിംഗ് സേഫ്, കാം ആൻഡ് കണക്റ്റഡ് ടു അതേഴ്സ്. പിന്നെ നമുക്ക് റിക്കവറിക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എപ്പോഴും ഈ ഒരു ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആ ഒരു രീതിയിൽ. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യിക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ ഒന്ന് പ്രാപ്തരാക്കുക. ഹെൽപ്പ് ദം ടു അവരുടെ ആ ഒരു കേപ്പബിലിറ്റി, ഫീലിംഗ് ഏബിൾ ടു ഹെൽപ്പ് ദംസെൽസ്, അവരുടെ കാര്യങ്ങൾ, സ്വന്തം കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ ഒന്ന് കേപ്പബിൾ ആക്കുക. പിന്നെ സപ്പോർട്ട്, ആക്സസ് ടു സപ്പോർട്ട് അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിൽ എൻവയോൺമെന്റ് മാറ്റും. അപ്പൊ അവരെ എപ്പോഴും സേഫ്, കാം, അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ ഫീലിംഗ് ഏബിൾ ടു ഹെൽപ്പ് ദംസെൽസ്, അവരെ കൊണ്ട് പറ്റും അവരുടെ കാര്യങ്ങളെങ്കിലും നോക്കാനായിട്ട്. പിന്നെ ആക്സസ് ടു സപ്പോർട്ട്. എന്റെ ബ്രദർ മരിക്കുന്ന സമയത്ത് ഞാൻ മോണ്ടിസോറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഒരു മരിക്കുന്നതിന് ഒരു 6 years ബാക്ക് ആണ് ഇവൻ ഇങ്ങനെ ബ്രെയിൻ ട്യൂമർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. എന്റെ താഴെയായിരുന്നു അവൻ. അപ്പൊ ബ്രെയിൻ ട്യൂമർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഇവന്റെ കൂടെ ഡോക്ടറെ കാണിക്കാനായിട്ട് നമ്മൾ പോകുന്നത് ഞാനും അച്ഛനും മാത്രമായിരുന്നു. അപ്പൊ ഡോക്ടർ ഞങ്ങളോട്, ഡോക്ടേഴ്സ് അല്ലേ, അവരെ സംബന്ധിച്ച് ഒരു പേഷ്യന്റ് ആ ഒരു, ചില ഡോക്ടേഴ്സ് ഇങ്ങനെ കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുമല്ലോ, 6 years അത്രേ ജീവിക്കുള്ളൂ, അത് കഴിയുമ്പോൾ ആള് അത്രയും ലൈഫ് സ്പാൻ ഉള്ളൂ എന്നിങ്ങനെ ഡോക്ടർ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറയുമോ. നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മളങ്ങ് ഷോക്ക് അടിച്ച പോലെ ആയിപ്പോയി. അപ്പൊ അങ്ങനെ പിന്നെ അവന് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയതൊക്കെ ഞാനായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അവന്റെ ഓരോരോ സ്റ്റേജസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ മോണ്ടിസോറി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു, ഓൾമോസ്റ്റ് കോഴ്സ് കഴിയാറായിരുന്ന ആ ടൈമിലായിരുന്നു ആള് പാരലൈസ്ഡ് ആകുന്നത്. മരിക്കുന്നതിന് ഒരു 2 months ഇങ്ങനെ ബെഡ് റിഡൻ ആയിരുന്നു. ആദ്യം സംസാരശേഷി നഷ്ടപ്പെട്ടു, പിന്നെ ലെഫ്റ്റ് സൈഡിലായിരുന്നു. അപ്പൊ ശരിക്കും ആ ഒരു ബ്രെയിനിന്റെ ഫങ്ഷൻസ് ഒക്കെ കുറെയൊക്കെ, സെൻസേഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭക്ഷണം വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുഡ് ആണെന്നും അത് ചവച്ചരച്ചിറക്കണം എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല ആൾക്ക്. പിന്നെ നോസ്റ്റൂബൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 2 months പിന്നെ കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ ആയി. ബാക്ക് സപ്പോർട്ട് ഒക്കെ നഷ്ടപ്പെട്ടു, ചാരി ഇരുത്താനൊന്നും നമുക്ക് പറ്റില്ല, അങ്ങനെ വീണു പോകും. അപ്പൊ അങ്ങനെ 2 months ഇങ്ങനെയായി. അപ്പം ചില വീട്ടിൽ ചേച്ചിയുണ്ട് എനിക്ക്, പിന്നെ അമ്മയും അച്ഛനും, ഈ ബ്രദറിന്റെ വൈഫും ഉണ്ട്, ഒരു കുട്ടിയുണ്ട് കേട്ടോ, ഒരു മോള്, പിന്നെ എന്റെ കുട്ടികള്, ചേച്ചിയുടെ കുട്ടികള്. അപ്പൊ അങ്ങനെ എല്ലാവരുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെല്ലാം ഭയങ്കര ട്രോമയിലാണ്, ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നു. അപ്പൊ തുടക്കം തുടങ്ങിയാൽ നമുക്കിങ്ങനെ മീൻസ് അറിയാം കണ്ടീഷൻ സിവിയർ ആണ്, നമുക്ക് ട്രീറ്റ്മെന്റ് ഒന്നും അങ്ങനെ പറ്റില്ല എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പം ശരിക്കും മോണ്ടിസോറി മെത്തേഡ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ആ ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാൻ. സ്ട്രെസ് മാനേജ് ചെയ്യുക മാത്രമല്ല, ബാക്കിയുള്ളവരുടെ ആ ഒരു
എല്ലാവരും ഒരു ബ്രേക്ക് ഡൗണിലേക്ക് പോയ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റി. പക്ഷെ അവസാനമായപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് തകർന്നു. കാരണം നമ്മൾക്ക് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഫ്രണ്ട്സ് എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. കാരണം നമ്മൾ ഇത്രയും പേരുടെ സ്ട്രെസ് മാനേജ് ചെയ്ത് അവരെ കംഫർട്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു മാനേജ് മൈസെൽഫ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു സമയത്ത് എനിക്ക് ശരിക്കും ഞാൻ ഈ ഒരു മെത്തേഡ് അത്രയും ഉള്ളിലേക്ക് എടുത്തുകൊണ്ടായിരിക്കാം അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ, ഒരു ഹീലിംഗ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളൊക്കെ പല പല ഒരു ട്രോമയിലൂടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. ബട്ട് ഇഫ് വി നോ ഹൗ ടു ഹീൽ അവർ സെൽസ്, നമുക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി PFA. ആർക്കാണ് ഈ PFA ആവശ്യമുള്ളത്? ഹൂ നീഡ് അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്? ഏത് റിസ്ക് കൂടിയ ആളുകൾ എങ്ങനെയാണ്? അപ്പൊ അങ്ങനെ പ്രത്യേകിച്ചും ഈ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഡിസീസസ് വന്ന ആളുകള്, ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഇഞ്ചുറി സംഭവിച്ചവർ അല്ലെ. എനിക്കൊരു മാരകമായ രോഗമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. ലൈക്ക് എന്നുവെച്ചാൽ അധികകാലം ജീവിതമില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾ PFA അത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ബ്രദറിന് ഇങ്ങനെ അവന് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ആ ഒരു സെൻസേഷൻ പോയെങ്കിലും ആളറിയാം, പറയുന്ന മനസ്സിലാവും അതൊക്കെ. അപ്പൊ ഞാൻ എല്ലാ മൂവിയും കാണുമായിരുന്നു. അപ്പൊ എന്നിട്ട് ഞാൻ പോയി കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു സിനിമയുടെ. അപ്പൊ അങ്ങനെ മീൻസ് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാലോ. അപ്പൊ ആ ഒരു രീതിയിൽ. പിന്നെ ചില ആളുകൾ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും. അവർക്ക് അവരെ തന്നെ കംഫേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയും നമ്മളുടെ വിഷമങ്ങള് അവര് മിണ്ടുപോകും. ആരാ? ഇല്ല, സംസാരിക്കില്ല എന്ന് വെച്ചാൽ ബ്രദറിന്റെ കാര്യമാണെങ്കിൽ അവന്റെ ആ സെൻസേഷൻ പോയി. ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ ലാംഗ്വേജ് എല്ലാം, അവിടെയാണ് ട്യൂമർ വന്നത്. അപ്പൊ ആ സെൽസ് എല്ലാം ഡാമേജ് ആയി, സെൽസ് എല്ലാം നശിച്ചു. അപ്പൊ സംസാരിക്കില്ല, ഇങ്ങനെ എന്തോ വിരൽ കൊണ്ടൊക്കെ ഇങ്ങനെ ആംഗി കാണിക്കും. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ആളെ അറിയാം, ആളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാവുമായിരുന്നു. ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നു ലാസ്റ്റ്. കാരണം വേദന ഉണ്ടായിരുന്നു ആൾക്ക്. മോർഫിൻ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പെയിനൊക്കെ, ഭയങ്കര തലവേദന ആയിരിക്കുമല്ലോ. കാരണം മൾട്ടിപ്പിൾ ട്യൂമേഴ്സ് വന്നു. ഇനീഷ്യലി 2 ട്യൂമറേ ഉണ്ടായിരുന്നുള്ളൂ. അത് ജസ്റ്റ് ഈ മൊസ്കിറ്റോ ബൈറ്റ് വരുമ്പോ അങ്ങനെ തടിച്ചു വരില്ലേ, അത്രയ്ക്കേ സൈസ് ഉണ്ടായിരുന്നുള്ളൂ. എത്രയോ MM. ഫസ്റ്റ് കോഴ്സ് മെഡിസിൻ ചെയ്തപ്പോ റേഡിയേഷനും കീമോ ടാബ്ലറ്റ്സ് ആയിരുന്നു. കീമോ ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് സർജറി പറ്റിയില്ല. നമ്മൾ വെല്ലൂരൊക്കെ കൊണ്ടുപോയതായിരുന്നു. സർജറി ലെഫ്റ്റ് സൈഡ് ആകുമ്പോൾ സർജറി ചെയ്ത് ആളെ പാരലൈസ്ഡ് ആയി പോകുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ഡെത്ത് ആവും, അല്ലെങ്കിൽ പാരാലിസിസ് സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുള്ളൂ, റേഡിയേഷൻ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം റേഡിയേഷനും കീമോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കീമോ 3 ഡോസ് എന്തോ ആയിരുന്നു തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ MRI എടുക്കണം. അപ്പൊ MRI എടുത്തപ്പോ ശരിക്കും വാഷ് ഔട്ട് ആയതുപോലെയായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ട്യൂമർ വന്നതിന്റെ പാട് പോലും ഇല്ല അവിടെ. നമ്മളൊന്ന് ഹാപ്പി ആയിട്ടോ, ഡോക്ടറും ഭയങ്കര പോസിറ്റീവായി ആ സമയത്ത്. പക്ഷെ വീണ്ടും ഒരു 6 മന്ത് കഴിഞ്ഞപ്പോ വീണ്ടും വന്നു, വീണ്ടും 2 ട്യൂമർ ഇതുപോലെ തന്നെ. അപ്പൊ വീണ്ടും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 3 മന്ത്സ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അതും വാഷ് ഔട്ട് ആയി പോയതുപോലെ. ഡോക്ടർ പറഞ്ഞു ഇനി മെഡിസിൻസ് കഴിക്കാതെ നമുക്കൊന്ന് ഡയഗ്നോസ് ചെയ്യാം, വരുമെന്ന് നോക്കാമോ. അങ്ങനെ മെഡിസിൻസ് കഴിക്കാതെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴും ഇല്ല. അപ്പൊ ഒരു 2-3 ഇയേഴ്സ് ഒക്കെ ആയിട്ടോ ഈ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ. അപ്പൊ നമ്മള് ഒരു ഹോപ്പായിരുന്നു. പക്ഷെ ഒരു 5 ഇയർ ഒക്കെ ആള് ജോലിക്കൊക്കെ പോയി തുടങ്ങിട്ടോ. ഒരു ഫാക്ടറിയിലെ മാനേജറായിരുന്നു. അപ്പൊ അങ്ങനെ ജോലിക്കൊക്കെ പോയി തുടങ്ങി. അങ്ങനെയൊക്കെയായി കുറച്ച് കഴിഞ്ഞൊരു 5 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും ബുദ്ധിമുട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ അപ്പോഴാണ് ഇങ്ങനെ സംസാരം പോകുന്നതും നടക്കാൻ പറ്റാത്തതും ഒരാളുടെ സഹായം വേണ്ടി വരുന്നത്. മീൻസ് ഇപ്പൊ വാഷ്റൂമിലേക്ക് പോകണം എന്നുള്ള തോന്നൽ വരും, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു സെൻസേഷൻ ഒക്കെ പോകും. അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രോബ്ലംസും അങ്ങനെയൊക്കെയായി. അപ്പൊ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ട്യൂമേഴ്സ് ആയി. അപ്പൊ ഡോക്ടർ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും പാലിയേറ്റീവ് കെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയായിരുന്നു ലാസ്റ്റ് ആ ഒരു ടൈം ആയപ്പോഴേക്കും. ഡോക്ടർ പറഞ്ഞ പോലെ 6 ഇയേഴ്സ് ആയിരുന്നു ഏജ് സ്പാൻ ആ ഒരു ഇത് ഡയഗ്നോസ് ചെയ്തതിനു ശേഷം. ഓക്കെ,
പിന്നെ ഇപ്പൊ നമ്മൾ PFA ആവശ്യമുള്ള ആളുകളുടെ പറഞ്ഞത്, ഇതുപോലെ ലൈഫ് ത്രെറ്റനിങ് ഡിസീസസ് അല്ലെങ്കിൽ ഇൻജുറീസ് സംഭവിക്കുന്നവര്, പിന്നെ പീപ്പിൾ ഹൂ ആർ വെരി അപ്സെറ്റ്, അവർക്ക് അവരെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് അപ്സെറ്റ്. ഇപ്പൊ നമ്മൾക്ക് പല സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യും. ഇതൊന്നും ചെയ്യാതെ ഭയങ്കര മൂടിയായിട്ട് കുളിക്കാതെ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഒത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു മൂലയിലൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ, ഭയങ്കര അപ്സെറ്റ് ആയിട്ട്. അവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവർക്കും PFA ആവശ്യമാണ്. പീപ്പിൾ ഹൂ മേ ഹാർട്ട് ദംസെൽസ്, സ്വയം ഹാർട്ട് ചെയ്യുന്നത്, അതായത് സൂയിസൈഡ് ടെൻഡൻസിയാണ് ഉദ്ദേശിക്കുന്നത്. അവനവനെ തന്നെ ഇല്ലാണ്ടാക്കാൻ ആ ഒരു തോട്ട് മനസ്സിലുള്ളവര്. പിന്നെ പീപ്പിൾ ഹൂ മേ ഹാർട്ട് അതേഴ്സ്, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ അങ്ങനത്തെ ടെൻഡൻസി ഉള്ളത്, അങ്ങനെയുള്ളവരെ, ഇവർക്കും PFA ആവശ്യമാണ്. നേരത്തെ ജോയിൻ ചെയ്യാറുന്നു. അല്ല ഇതേ ഒരു എന്തോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ വേണമായിരുന്നു, ഇതൊക്കെ അറിയണമായിരുന്നു വിചാരിച്ചതാണ്. ബട്ട് നമുക്കിനി ലൈഫ് കിടക്കല്ലേ, നമുക്ക് കുറെ പേര് നമ്മുടെ ചുറ്റിലുള്ളവര്, ഇനി നമ്മൾക്ക് മനസ്സിലാവും ഒരാൾ എന്തിലൂടെ കടന്നു പോവാന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു 20 വയസ്സിൽ നമുക്ക് ഇതൊന്നും അറിയില്ല. ഇപ്പൊ 40 വയസ്സായി. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഇതൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നേരത്തെ പഠിക്കാമായിരുന്നു. മേ ബി ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം. നമുക്ക് ഇനിയായിരിക്കും നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. അന്ന് മേ ബി നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കാണും, നമ്മള് ഇത് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതാണ് പെർഫെക്റ്റ് ടൈം വിചാരിക്കാം. പിന്നെ കുട്ടികൾക്കും അഡോളസെൻസും നമുക്കറിയാൻ പറ്റില്ല കുഞ്ഞുങ്ങൾ എന്തിലൂടെയൊക്കെ കടന്നു പോകുന്നതെന്ന്. കാരണം അത്രയ്ക്ക് ട്രോമയാ വലിയ ആളുകളുടെ പ്രശ്നങ്ങളല്ല കുട്ടികളിലുള്ളത്. 6ാം ക്ലാസ്സുകാരിലെ കുട്ടികളിലൊക്കെ സൂയിസൈഡ് തോട്ടെന്നൊക്കെ കേട്ടിട്ട് ഞാൻ ഇരുന്ന് ഞെട്ടിയിരുന്നിട്ടുണ്ട്. അവര് സംസാരിക്കുന്നത് കേട്ടിട്ട് അവരുടെ ഉള്ളിൽ എന്തുകൊണ്ട് അവര് സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നു, അതൊക്കെ കേൾക്കുമ്പോ ദൈവമേ ഇത്രയും പ്രശ്നങ്ങളിലൂടെയാണ് ഈ കുട്ടികൾ കടന്നു പോകുന്നതെന്ന് അറിയാതെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു പോകും. അതാണ് ഇപ്പൊ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ആൺകുട്ടികള്, എനിക്ക് പെൺകുട്ടികളെക്കാളും ചില ഇഷ്യൂസ് വരുന്നത് ഈ ആൺകുട്ടികൾക്കാന്ന് തോന്നുന്നു. കാരണം പെൺകുട്ടികളെ സംബന്ധിച്ച് ഈവൻ അവരുടെ ഫിസിക്കൽ ചേഞ്ചസ് പെൺകുട്ടികൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. ലൈക്ക് അവർക്ക് വീട്ടിലത് പറഞ്ഞു കൊടുക്കാനും, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു പുബർട്ടിയുടെ ഒരു അത് വരുമ്പോഴേക്കും മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് എല്ലാം അവരൊന്നും അറിയും. പക്ഷെ സെയിം അവരിൽ മെൻസ്ട്രേഷൻ നടക്കുന്ന പോലെ ആൺകുട്ടികളിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അവർക്ക് അതൊന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്യണം. അവർ കൺഫ്യൂസ്ഡ് ആകും, എന്നിൽ എന്താണ് സംഭവിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് ഇത് ഗൈഡ് ചെയ്യാൻ നല്ലൊരാള് വീട്ടിലുണ്ടാവണം. ഫാദർ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ കസിൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്. ഇവരാരും ഈ റോൾ ഏറ്റെടുത്തില്ലെങ്കിൽ അമ്മ ആ റോൾ ഏറ്റെടുത്തേ പറ്റും. ഞാൻ എന്റെ മോനാ പറഞ്ഞു കൊടുക്കുന്നത്. ഹസ്ബൻഡിനോട് പറയുന്നത് അയ്യോ ഞാനിത്, അപ്പൊ അത് അമ്മ ചെയ്യണം. ആ റോൾ അമ്മ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. കാരണം അങ്ങനെ വരുമ്പോ അവര് ഭയങ്കര ക്ലോസ് ആവും നമ്മളോട്. അവരൊന്നും ഹൈഡ് ചെയ്യില്ല. അവരുടെ എല്ലാ കൺഫ്യൂഷൻസും നമ്മളോട് തന്നെ പറയും. ഭയങ്കര ഓപ്പൺ അപ്പ് ആവും. ഓപ്പൺ അപ്പ് ആവാനുള്ള ഒരു സ്പേസ് കിട്ടാത്തതിന്റെ ഭയങ്കര പ്രശ്നം ഈ കുട്ടികളിൽ വരും. ഇനി അഥവാ നമ്മൾ അങ്ങനെ ഒരു സ്പേസ് നമ്മുടെ വീട്ടിൽ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ പുറത്തേക്ക് പോകും ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട്. അത് പോകുന്ന റൂട്ട് റോങ് ആണെങ്കിലോ, അതാണ് പ്രശ്നം വരുന്നത്. അപ്പൊ അതിലും നല്ലത് നമ്മൾ തന്നെ നമ്മുടെ മക്കളെ അങ്ങനെ ഇത് എന്റെ മകൻ എന്നോട് പറയാം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അതങ്ങനെ ഉള്ളതാണോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും അതേടാ ആ സമയത്ത് ഉള്ളതാടാ എന്ന് പറയും. അത് അവര് മനസ്സിലായ അപ്പൊ അവരങ്ങ് റിലാക്സ്ഡ് ആവും. മറ്റേത് അവര് സപ്രസ് ചെയ്യുന്ന ഒരു വേറെ പല മീൻസും തേടി പോകുന്നു. കാരണം അവർക്ക് എളുപ്പം അവര് പോകുന്ന ഡിജിറ്റൽ വേൾഡിൽ അവരെ മിസ്ഗൈഡ് ചെയ്യുന്ന പലതും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ അവര് സേഫ് തന്നെയാണ്. അവർക്ക് ഭയങ്കര അവരും വളരെ കംഫർട്ട് ഫീൽ ചെയ്യും. കുട്ടികളും അഡോളസൻസും പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾ എന്ന് പറയുമ്പോൾ അഡോളസൻസ് പ്രത്യേകിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പല ഫാമിലീസും ബ്രോക്കൺ ഫാമിലീസ് ഉണ്ട്. അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവര്. സെപ്പറേറ്റഡ് ആയവരാണെങ്കിലും നഷ്ടപ്പെട്ടവരാണെങ്കിലും ഇവരെ വളർത്തുന്നത് ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സോ അങ്കിൾ ആന്റി അങ്ങനെയൊക്കെ ആയിരിക്കും. അവിടെയൊക്കെ ചിലപ്പോൾ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആവണമെന്നില്ല, ബട്ട് നല്ലതുപോലെ ടേക്ക് കെയർ ചെയ്യുന്നവരുണ്ട് കേട്ടോ. കാരണം എനിക്ക് അറിയാവുന്ന ഒരു കേസ്, ഒരു പെൺകുട്ടി, ഞാനൊരു സ്കൂളിൽ VHSC ഒരു ഇന്റർവെൻഷൻ നടത്താൻ പോയ അവിടുത്തെ ഒരു പെൺകുട്ടിയായിരുന്നു. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഈ കുട്ടിയുടെ
അച്ഛൻ മരിച്ചുപോയി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അമ്മയുണ്ട്. ബട്ട് അമ്മ ഇങ്ങനെ വീടുകളിലൊക്കെ പണിക്ക് പോകുന്നതാണ്. പിന്നെ അമ്മയെ പറ്റി റിലേറ്റീവ്സിന് നല്ല അഭിപ്രായം അല്ലാത്തതുകൊണ്ട് ഈ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ ഇവരുടെ റിലേറ്റീവ് കൊണ്ടുവന്ന് വളർത്തി. പക്ഷെ അവര് ഭയങ്കര പൊന്നു പോലെയായിരുന്നു ആ മോളെ നോക്കിയത്. അവരത്ര ഫിനാൻഷ്യലി ഒന്നും സൗണ്ട് ഒന്നും അല്ല. ഓട്ടോ ഓടിക്കുന്നതായിരുന്നു ഈ കുട്ടിയെ ഏറ്റെടുത്ത ആള്. അപ്പം ആ കുട്ടിയെ ബാപ്പ ഉമ്മ എന്ന് വിളിക്കുന്നത് അവരെ തന്നെയായിരുന്നു കേട്ടോ. നല്ല ഇത് ഓണം സെലിബ്രേഷൻ ഒക്കെ വരുമ്പോ ഈ കൊച്ചിന് അതുപോലെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഒരുക്കി അവര് വിടുന്നത്. നല്ലപോലെ അവര് നോക്കുന്ന അവരെ നമ്മൾ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് അവരോട്. അവർ യാതൊരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ അവരുടെ മക്കളുടെ ഒപ്പം തന്നെ അവരുടെ ആ വീട്ടിലെല്ലാരുമായിട്ട് നല്ല രീതിയിൽ വളർത്തുമായിരുന്നു. പക്ഷെ ഈ പിള്ളേര് ഈ ഡിജിറ്റൽ വേൾഡിന്റെ ഒരു ഇൻഫ്ലുവൻസ് വരുള്ളൂ. സ്നാപ്ചാറ്റ് അങ്ങനെ എന്തോ ഒരു സംഭവം. ഈ സ്നാപ്ചാറ്റ് വഴി ഏതോ ഒരു അതർ റിലീജിയൻ ഒരു പയ്യനെ പരിചയപ്പെട്ട് ആ കുട്ടി ഇറങ്ങിപ്പോയി 18 വയസ്സ് പൂർത്തിയായ സമയത്ത്. അപ്പൊ ഈ 18 വയസ്സ് ആകുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ ബസ്സിൽ വെച്ച് ഈ കുട്ടിയെ കണ്ടു കേട്ടോ. ഇത് ഇതിന്റെ റിലേറ്റീവിന്റെ വീട്ടിലേക്ക് എങ്ങോട്ട് പോവാം. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എനിക്ക് +2ന്റെ റിസൾട്ട് ഒക്കെ വന്ന ആൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് മാർക്കൊക്കെ കിട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി എന്താ പഠിക്കാൻ പ്ലാൻ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് കല്യാണം ആലോചിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ എന്താ കല്യാണം കഴിക്കുന്നത്? കാരണം എനിക്ക് നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണെന്നറിയാം. പറഞ്ഞു, ഇത്രയും കാലം എന്നെ അവര് വളർത്തിയില്ലേ, എന്നെ പഠിപ്പിച്ചു, എനിക്ക് വേണ്ടുന്നതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്തു, ഇനിയും എന്നെ പഠിപ്പിക്കാനുള്ള ഒരു ഇത് അവർക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ഞാനൊരു സ്പോൺസറെ കണ്ടെത്തട്ടെ, പഠിക്കാമോ എന്ന് ചോദിച്ചു. അതൊക്കെ അവരല്ലേ തീരുമാനിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എന്നിട്ട് പിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയ സ്പോൺസേഴ്സിനെ. അപ്പോ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് PM ഫൗണ്ടേഷൻ ആണ് കേട്ടോ. PM ഫൗണ്ടേഷൻ പലർക്കും അറിയായിരിക്കും. PM ഫൗണ്ടേഷനിലെ അതോറിറ്റീസിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവരൊന്ന് ഡെഫിനറ്റ്ലി അവർ സപ്പോർട്ട് ചെയ്യാം, അവർ ആ കുട്ടിയെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. അതിനെന്താണോ പഠിക്കാൻ താല്പര്യം അങ്ങനെയൊക്കെ. അപ്പൊ ഞാനിത് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ ഇത് അറിയിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് അറിയുന്നത് ഈ കുട്ടി ചാടിപ്പോയി എന്നുള്ളത് ഒരു പയ്യന്റെ കൂടെ. എനിക്ക് PM ഫൗണ്ടേഷന്റെ അടുത്ത് പോയി പറയാൻ പറ്റൂ, എനിക്കാകെ വല്ലാത്ത ബുദ്ധിമുട്ടുമായി പോയി. എന്നിട്ട് പിന്നെ അന്വേഷിച്ചത് ആരുടെയോ ഒരാളുടെ കൂടെ ചാടിപ്പോയി. അയാൾ വല്ല ജോലിയും കൂലിയുള്ളതാണോ? കാരണം നേരിട്ട് കാണാത്ത ഒരാളുടെ കൂടിയാണ് പോയത്. കല്യാണം കഴിച്ചെന്ന് തോന്നുന്നു. പിന്നെ അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല. പക്ഷെ ഇടയ്ക്ക് ഓർക്കും, ഈശ്വര വല്ലാത്ത വല്ല ബുദ്ധിമുട്ടിലാണെങ്കിൽ എന്നെ എപ്പോഴെങ്കിലും അതിന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റണേ എന്നുള്ളത്. നമുക്കറിയില്ലല്ലോ, ചിലപ്പോൾ നല്ല ലൈഫായിട്ട് അവര് മുന്നോട്ട് പോവോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ അതർ റിലീജിയൻ ആയതുകൊണ്ട് ഈ കുട്ടിയെ വളർത്തിയവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ അവരത്രയും ഇതോടുകൂടി അതിനെ വളർത്തിയിട്ടേ അവർക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. എന്നെ വിളിച്ച് കുറെ കരയൊക്കെ ചെയ്തു ആ കുട്ടീനെ. അവിടെ ഗാർഡിയൻസും അതുപോലെ തന്നെ ആ കുട്ടിയെ വളർത്തിയ ആൾക്കൊരു മകനുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സ്വന്തം പെങ്ങൾ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് കൊണ്ട് നടന്നൊരു പയ്യനായിരുന്നു. അയാൾക്ക് ഭയങ്കര വിഷമമായി. അയാളുടെ വൈഫാണ് എന്നെ വിളിച്ചിങ്ങനെ സംസാരിച്ചത്. അവര് എന്നിട്ട് ഒരു കുഞ്ഞു ബേബി അവർക്കുള്ളത്, അതിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി എങ്ങനെയെങ്കിലും എന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവർ വിളിച്ച് എന്നെ കുറെ കരയൊക്കെ ചെയ്തു. അപ്പൊ ആ പയ്യൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിക്ക് പോലും ഇതിനെ ഭയങ്കര കാര്യമായിരുന്നു. യാതൊരു പാർഷ്യാലിറ്റിയോ ബുദ്ധിമുട്ടുകളോ ആ കുട്ടിക്ക് ആ വീട്ടിലുണ്ടായില്ല. അങ്ങനെ കുട്ടികൾ ചെയ്യുമ്പോഴേ എവിടെ ആർക്കാ എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാനന്ന് ബസ്സിൽ കണ്ട് സംസാരിച്ച് നമ്മൾ അവനെ പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയപ്പോഴേക്കും അത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു പോയില്ലേ. ഇപ്പൊ കുട്ടികൾക്കും അഡോളസൻസിനും വേണം. അപ്പൊ നമ്മളിത് അറിയുന്നില്ല. അപ്പൊ എന്നിട്ട് ഞാൻ ഇതിന്റെ ഫ്രണ്ട്സ് പിള്ളേരോട് ചോദിച്ചു, അവർക്കൊക്കെ അറിയായിരുന്നു ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നത്. ഒരു സൂചന തരായിരുന്നില്ലേ? നമുക്ക് ആരുടെയും റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനല്ല, ആ ഒരു സെൻസ് ആ കുട്ടിക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. നമ്മള് പഠിക്കണം, നമുക്ക് ജോലി വേണം, അങ്ങനെയാവുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് ചൂസ് ചെയ്ത് അത് നല്ല രീതിയിൽ പോയാലും അതിൽ എന്തെങ്കിലും തകരാറ് വന്നാലും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാം. നമ്മൾ ആ ഒരു രീതിയിൽ പ്രാപ്തരാക്കാനാണ് നോക്കിയത്. ഇപ്പൊ എനിക്ക് അതിന്റെ അവസ്ഥ അറിയില്ല കേട്ടോ. കുട്ടികള്, അഡോളസൻസ്, പിന്നെ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് കണ്ടീഷൻസ് മോശമാവുമ്പോൾ ഇവര് ഡിപ്രഷനിലേക്ക് പോകാറുണ്ട് അല്ലെ? അസുഖം വന്നു കഴിയുമ്പോഴേക്ക് പോവില്ലേ? പക്ഷെ എന്റെ ബ്രദർ, അവൻ ആ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു കേട്ടോ. മേ ബി അവന്റെ ആ കംഫർട്ട് സോൺ അതായതുകൊണ്ടായിരിക്കാം. അവന്റെ വൈഫായിരുന്നു അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അവനെ കുളിപ്പിക്കുന്നതും ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും ഒക്കെ അങ്ങ് എടുക്കുമായിരുന്നു. എടുത്ത് ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു അവരെ കെയർ ചെയ്തിരുന്നത്. അപ്പൊ അതൊക്കെ അവന് സന്തോഷമാണ്, സങ്കടവും ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ എന്താന്ന് വെച്ചാൽ അവനൊരു സമാധാനം മരിക്കുന്ന സമയത്ത് ഉണ്ടായതെന്ന് വെച്ചാല് ഈ കുട്ടീനെ സ്കൂളിൽ വെച്ച് ഇഷ്ടപ്പെട്ട അതിന്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. അപ്പം അയാള് ലാസ്റ്റ് മൊമെന്റിൽ എങ്ങാണ്ട് ഇവരോട് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവന് മനസ്സിലായി അയാൾ ടേക്ക് കെയർ ചെയ്തോളുന്നു. അപ്പൊ മരിച്ച ഒരു 6 months കഴിഞ്ഞപ്പോഴേക്കും അയാള് പറഞ്ഞു, അപ്പൊ നമ്മൾക്ക് ഇത് അറിയില്ലായിരുന്നു. അയാള് പറഞ്ഞു അപ്പൊ നമ്മളൊരു 1 year ഒക്കെ കഴിയുമ്പോൾ ആർക്കെങ്കിലും ഈ കുട്ടിയെ നോക്കിയാകുമ്പോഴേക്കും നല്ലൊരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും മോളെങ്ങാണ്ട് UKG ആയിട്ടുള്ളൂ, ഇത് എങ്ങോ ആണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ തന്നെ മാരേജ് ചെയ്ത് കൊടുക്കാന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു. നല്ല ലൈഫാണ് ഇപ്പൊ അവർക്ക്. കുറെ സ്ട്രഗിൾ ചെയ്തു, അയാൾക്ക് ജോലിയൊക്കെ ഒന്ന് ശരിയായി വരാനൊക്കെ കുറെ സ്ട്രഗിൾ ചെയ്തു. അങ്ങനെ ഇപ്പൊ അവർക്കൊരു മോനും കൂടി ഇട്ടിട്ടോ. നല്ല ലൈഫാണ്. മോള് എല്ലാ വെക്കേഷന് വീട്ടിലുണ്ട്. വിഷുവിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ അവന്റെ ഒരു മനസ്സിന്റെ നിലപാടായിരിക്കും അവരുടെ ലൈഫ് ഇപ്പോ നല്ലതായിട്ട് തന്നെ പോകുന്നു. അവന്റെ ആകെ വിഷമം അതായിരുന്നു, അവരുടെ ജീവിതം എന്താവും എന്നുള്ളതായിരുന്നു ആകെ ഒരു സങ്കടം. അതുകൊണ്ടാണ് കംഫർട്ട് ആയിരുന്നു, ആ പെയിന്റെ പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഹെൽത്ത് കണ്ടീഷൻസ് മോശം, ചിലര് സൂയിസൈഡ് ചെയ്യാറില്ലേ മോശം ഹെൽത്ത് മോശമാകുമ്പോൾ. എനിക്കറിയാവുന്ന, ഞാൻ സ്ഥിരം പറവൂർ ടൗണിൽ നിന്ന് പഴം വാങ്ങുന്ന ഒരു പഴക്കച്ചവടക്കാരുണ്ടായിരുന്നു, ബോസ് എന്ന് പറയുന്നത്. ഒരു ചെറിയ പെട്ടി വണ്ടിയിലാട്ടോ അയാള് പഴം വിൽക്കുന്നത്. അപ്പൊ ഞാൻ അയാളുടെ നിന്ന് എപ്പോഴും വാങ്ങുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ എപ്പോ ടൗണിൽ പോകുമ്പോഴും ചെന്നപ്പോഴേക്കും ഇങ്ങനെ ഇത് നിര്യാതനായി എന്ന് പറഞ്ഞിട്ട് ആളുടെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ അടുത്ത കടയിൽ ചോദിച്ചപ്പോഴേ പറഞ്ഞു ആൾക്ക് ക്യാൻസർ ആയിരുന്നു എന്ന്. വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല, മകളുടെ കല്യാണമൊക്കെ കഴിച്ചു വിട്ടു, ക്യാൻസർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അറിഞ്ഞ ഉടനെ തന്നെ പുള്ളി ആ വീടിന് പുറത്തുള്ളൊരു മാവില് പോയി ഹാങ് ചെയ്തു. അപ്പൊ അങ്ങനെ ചിലർക്കും ആ ഒരു ഇതുണ്ടാവും. നമ്മുടെ ഒരു റിലേറ്റീവ് ഇതുപോലെ തന്നെ ഒരു മാഷായിരുന്നു അദ്ദേഹം. എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിലെ ആട്ടോ, കുഞ്ഞമ്മയുടെ അച്ഛൻ, കല്യാണം കഴിച്ചു വന്ന കുഞ്ഞമ്മയുടെ അച്ഛൻ ആൾക്ക് TB ഐഡന്റിഫൈ ചെയ്തു. ആളും ഇതുപോലെ തന്നെ ബാത്റൂമിനകത്ത് ഹാങ് ചെയ്തു, ബാത്റൂമിന്റെ ജനലില്. കാരണം അത് സ്പ്രെഡ് ആവുന്ന TB ആയിരുന്നു. പുള്ളിക്ക് പേടി, മക്കൾക്കും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടല്ലോ, വൈഫൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ഡോക്ടേഴ്സ് പേടിപ്പിക്കും, അങ്ങനെയൊക്കെ ഇതാവും സ്പ്രെഡ് ആവും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആൾക്ക് ഭയങ്കര പേടിയായി. അന്ന് ഏർലി മോർണിംഗ് ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കൂ, നമ്മളൊരു ചിരി അവർക്ക് കൊടുത്താൽ തന്നെ അതൊരു വലിയൊരു ഹീലിംഗ് ആയിരിക്കും. സോ ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ? താങ്ക് യു മാം. ഞാനിത് ഷെയർ ചെയ്തേക്കാം കേട്ടോ. PDF കഴിഞ്ഞിട്ടില്ല, ഇന്നത്തെ ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോണ്ടിസോറി മെത്തേഡിലേക്ക് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ½ hour കൂടെ മതി ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. മോണ്ടിസോറി മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാം. മെത്തേഡല്ല, മോണ്ടിസോറി എന്താന്നുള്ളത്. ബൈ. താങ്ക് യു മാം. Thank you, ma'am. ശബ്ദം കേട്ടിട്ട് താങ്ക് കുട്ടികളാന്ന് യു. ബൈ. Thank you, ma'am.